10 ഹരിക്കണം 1/3 പ്ലസ് 60 ഗുണിക്കണം 1/2 എത്ര? 10 ഹരിക്കണം 1/3 പ്ലസ് 60 ഗുണിക്കണം 1/2. അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഏത്? 10 ഹരിക്കണം 1/3. 10നെ 3 കൊണ്ട് ഹരിക്കാനല്ല, ഹരിക്കണം 1/3 ആണ്. ഒരു ഭിന്നസംഖ്യയാണ് അല്ലെ? ഹരിക്കണം 1/3 എന്ന് വരുമ്പോൾ അത് എന്തായി മാറുന്നറിയോ? അത് 10 ഗുണിക്കണം 3/1 അഥവാ 3 ആയി മാറും. പ്ലസ് 60 ഗുണിക്കണം 1/2. 60 ഗുണിക്കണം 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 60നെ 2 കൊണ്ട് ഹരിക്കുക. അത് എത്രയാ? അത് 30 തന്നെ. അപ്പൊ 10 ഗുണിക്കണം 3 എത്രയാ? 30. 60 ഹരിക്കണം 2 എത്രയാ? അത് 30. അപ്പൊ 30 ഇവിടെ കൂട്ടുകയാണ് പിന്നെ വേണ്ടത്. അത് എത്രയാ? 60 ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം എന്താ? 1, 3, 7, 13, 21. അടുത്ത പദം ഒരു പാറ്റേൺ തന്നിട്ട് അടുത്ത പദം ചോദിക്കാം. 1, 3, 7, 13, 21. അടുത്ത പദം. എത്ര ബുദ്ധിമുട്ടില്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? 1, 3 തമ്മിലുള്ള വ്യത്യാസം 2, 3, 7 തമ്മിലുള്ള വ്യത്യാസം 4, 7, 13 തമ്മിലുള്ള വ്യത്യാസം 6, 13, 21 തമ്മിലുള്ള വ്യത്യാസം 8. അപ്പൊ 2, 4, 6, 8. അടുത്തത് 10. 21ന്റെ കൂടെ 10 കൂട്ടുക. അപ്പൊ എത്ര വരും? 31 ആണ് ഈ പാറ്റേണിലെ അടുത്ത സംഖ്യ. മൂന്നാമത്തെ ചോദ്യം. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് ഇങ്ങനെ പ്ലസ് ചെയ്ത് 100 വരെ കൂട്ടിയാൽ എത്ര? 1 മുതൽക്ക് 100 വരെ. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് ഇങ്ങനെ കൂട്ടി 100 വരെ കൂട്ടിയാൽ എത്ര? അതാണ് ചോദ്യം. ഇത് സംഖ്യാശ്രേണികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സംഖ്യാശ്രേണികൾ 1 മുതൽക്ക് 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത്. ഇതിങ്ങനെ 1, 2, 3, 3, 3, 6, 6, 4, 10, 10, 5 എന്നിങ്ങനെ വിഷമിച്ചല്ല കൂട്ടേണ്ടത്. സിമ്പിളായി ചെയ്യാം. ആദ്യ പദം 1, അവസാന പദം 100. അത് രണ്ടും കൂടെ കൂട്ടുക. അത്ര വരും 101. എന്താ ചെയ്തത്? 1 മുതൽക്ക് 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എന്താ വേണ്ടത്? ആദ്യത്തെ പദം 1 ആണ്, ഇതിലെ അവസാനത്തെ പദം 100 ആണ്. 100 1 കൂടെ കൂട്ടിയാൽ 101 കിട്ടി. ഇനി എത്ര പദങ്ങളുണ്ട്? 100 പദങ്ങളുണ്ട്. അതിന്റെ പകുതി എത്രയാണ്? 50. ഇതുകൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 5050. ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. വളരെ സിമ്പിളായി തന്നെ, വലിയ ചോദ്യമാണെങ്കിലും ഉത്തരം വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്തത് 49 ഗുണിക്കണം 9 ഹരിക്കണം 9 പ്ലസ് 3 സമം എത്ര? ചോദ്യം എഴുതാം. 49 ഗുണിക്കണം 9 ഹരിക്കണം 9 പ്ലസ് 3. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് പലരും ചെയ്യാൻ എങ്ങനെയാ? 49നെ 9 കൊണ്ട് ഗുണിച്ച് എന്നിട്ട് അതിനെ 9 കൊണ്ട് ഹരിച്ച് എന്നിട്ട് 3 കൂട്ടുകയാണ് ചെയ്യല്ലേ? അതല്ല വേണ്ടത്. ആദ്യം ഹരണക്രിയ ചെയ്യണം, എന്നിട്ടേ ഗുണക്രിയ ചെയ്യാൻ പാടുള്ളൂ. ഹരണക്രിയ എന്താ? ഇതാ 9 ഹരിക്കണം 9. ഇതാണ് സിമ്പിൾ. 49 ഗുണിക്കണം 9നെ 9 ഹരിച്ചാലും സെയിം തന്നെയാണ് കേട്ടോ, ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുക. പക്ഷെ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് 9 ഹരിക്കണം 9. അത് എത്രയാ? 1. എന്നിട്ട് ആ 1 കൊണ്ട് 49നെ ഗുണിക്കുക. എത്ര കിട്ടും? 49. എന്നിട്ട് ചെയ്യാം 3 കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 52 ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്തത്, ഒരു ത്രികോണത്തിലെ ഒരു വശത്തിന്റെ നീളം 12 സെന്റിമീറ്ററും അതിന്റെ എതിർമൂലയിൽ നിന്ന് ആ വശത്തേക്കുള്ള ലംബ ദൂരം 15 സെന്റിമീറ്ററും ആയ വിസ്തീർണം എത്ര? ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം 12 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ത്രികോണം വരച്ചു നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ട, അതിന്റെ ഒരു വശത്തിന്റെ നീളം 12 സെന്റിമീറ്റർ. ഓക്കെ. അതിന്റെ എതിർമൂലയിൽ നിന്ന്, എതിർമൂല എന്ന് പറഞ്ഞത് ആ വശത്തിലേക്കുള്ള ലംബ ദൂരം 15 സെന്റിമീറ്റർ. വിസ്തീർണം എത്ര? ത്രികോണത്തിന്റെ വിസ്തീർണം കാണാനാണ് എന്താ വഴി? അര ഗുണിക്കണം പാദം ഗുണിക്കണം ഉന്നതി. ഇതാണ്
ത്രികോണത്തിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം. അര ഗുണിക്കണം പാദം 12 സെന്റിമീറ്റർ ഗുണിക്കണം 15, 90 ചതുരശ്ര സെന്റിമീറ്റർ. ഇതാണ് ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പോ 5 ചോദ്യമായി, അതിന്റെ ഉത്തരവുമായി. വളരെ സിമ്പിൾ. ഓക്കെ.